അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കർണാടക സ്റ്റേറ്റിലാണ്. കർണാടക വീരാജ്പേട്ട്, അതുപോലെ തന്നെ വീരാജ്പേട്ട്, മടിക്കേരി, അതിൻ്റെയൊക്കെ ഒരു ഇടയിൽ അല്പം ഉള്ളിലേക്കായിട്ട് വരുന്ന റോഡ് സൈഡിലാണ് വരുന്ന ഒരു മക്കാമാണ് ഈ മക്കാമ്. ചരിത്രഗ്രന്ഥങ്ങളുടെ ഉള്ളറകൾ തേടി ഒരു യാത്ര. അൽ സിയാറ, ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര. പുൽക്കിമാട് മക്കാമ് എന്നാണ് ഇങ്ങോട്ട് പറയാം. പുൽക്കിമാട് മക്കാം ഷരീഫ് എന്ന പേരിലാണ് ഈ മക്കാമ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഈ ഭാഗത്തേക്ക് നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടതാണ്. ഈ ഒരു പരിസരത്തൊക്കെ അറിയപ്പെട്ടൊരു മക്കാമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതുവഴിക്ക് വരുന്ന ആളുകളുണ്ടെങ്കിൽ മടിക്കേരി, അതുപോലെ തന്നെ വിരാജ്പേട്ട ഭാഗത്തേക്കൊക്കെ വരുന്നവരുണ്ടെങ്കിൽ സിയാറത്ത് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം കൂടിയാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബി. അസ്സലാമു അലൈക്കും യാ വലി അല്ലാഹ്. അസ്സലാമു അലൈക്കും യാ വലി അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഈ മക്കാമിൽ ഖിദ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഇവിടുത്തെ അൽഹംദുലില്ലാഹ് വളരെ രസകരമായ ചരിത്രങ്ങളൊക്കെ ഉസ്താദ് പറഞ്ഞു തരികയുണ്ടായി. അൽഹംദുലില്ലാഹ് വലിയ സന്തോഷം തോന്നി ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ കേട്ടപ്പോൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്താണ് ഈ മഹാൻ്റെ ചരിത്രം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു മക്കാമാണ് ഈ മക്കാമ്. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ഈ മഹാൻ്റെ പേര് കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും ഇവിടുത്തെ മഹത്വം ഈ നാട്ടുകാരും ജനങ്ങളൊക്കെ മനസ്സിലാക്കിയത് നമുക്കൊക്കെ അറിയാം. എരുമാട് സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു നമ്മളൊക്കെ പലരും സിയാറത്ത് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ എരുമാട് ദർഗയിലേക്ക് ഇറങ്ങുന്ന ആ ഇറക്കത്തിൽ വലതുഭാഗത്ത് ഒരു മഹാനായ സയ്യിദിൻ്റെ മക്ബറയുണ്ട്. സയ്യിദ് ഹസൻ അസ്സഖാഫ് അൽ ഹലറമി റളിയല്ലാഹു അൻഹു എന്നാണ് ആ മഹാൻ്റെ പേര്. ഈ ചരിത്ര വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കൊക്കെ അത് കാണാവുന്നതാണ്. എരുമാട് മഹാൻ്റെയും അതുപോലെ തന്നെ തങ്ങളുടെയൊക്കെ ചരിത്രങ്ങൾ. ഏതായിരുന്നാലും സയ്യിദ് ഹസൻ അസ്സഖാഫ് അൽ ഹലറമി റളിയല്ലാഹു അൻഹു അവരുടെ മകളുടെ കുട്ടിയുണ്ട് ഈ കർണാടകയിൽ തന്നെ കൊണ്ടങ്ങേരി എന്ന് പറയുന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അവരുടെ പേര് അബ്ദുള്ള അസ്സഖാഫ് തങ്ങൾ, സയ്യിദ് അബ്ദുള്ള അസ്സഖാഫ് തങ്ങൾ. ഈ തങ്ങൾ, കൊണ്ടങ്കേരിയിൽ മറവിട്ട് കിടക്കുന്ന ഈ തങ്ങൾ, അവർ വലിയൊരു ആരായിരുന്നു. അങ്ങനെ കച്ചവടാർത്ഥം ഇപ്പം ഈ മഹാൻ മറവിട്ട് കിടക്കുന്ന ഈ വഴിയിലൂടെ ഈ സ്ഥലത്തൂടെ മഹാനവറുകൾ, സയ്യിദ് അവറുകൾ കച്ചവടവുമായിട്ട് മറ്റൊക്കെ ആയിട്ട് യാത്ര പോകുമ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് സിയാറത്ത് ചെയ്തിട്ടേ പോയിരുന്നുള്ളൂ. സിയാറത്ത് ചെയ്യുമെന്ന് മാത്രമല്ല, ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ ഖബറിലുള്ള ഈ മഹാനുമായിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ പലപ്പോഴും ആ ആത്മീയമായൊരു സംഭാഷണം ഇവിടുത്തെ ഈ മഹാനുമായിട്ട് നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തങ്ങളവറുകൾ മശഹൂറായത്, തങ്ങളവറുകൾ വലിയ ഒരു തങ്ങളാണ് എന്ന് ആളുകൾ ഈ മഹാനെ കൊണ്ടാണ് അറിഞ്ഞത് എന്ന് ഒരു സംസാരമുണ്ട്. അത് ഈ ഒരു കാരണം കൊണ്ടാണ്. കാരണം ഈ ഖബറിൽ കിടക്കുന്ന ഈ മഹാനുമായിട്ട് തങ്ങൾ സംസാരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ കൂടെയുള്ള തങ്ങൾ ചില്ലറക്കാരനല്ല എന്ന ആളുകൾക്ക് മനസ്സിലായത് ഇവിടെ കിടക്കുന്ന ഈ ഒരു മഹാനിലൂടെയാണ്. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഇവിടുത്തെ മറവിട്ട് കിടക്കുന്ന ഈ മഹാനുമായിട്ട് സംസാരിച്ചിരുന്നു. അങ്ങനെയാണ് ഇവിടെ ഈ ഒരു മറവിട്ട് കിടക്കുന്ന ഈ മഹാനെക്കുറിച്ച് ആളുകൾ അറിയാനും അതുവഴി സിയാറത്ത് ചെയ്യുവാനൊക്കെ തുടങ്ങിയത്. അങ്ങനെ പലപ്പോഴും ആളുകൾ സിയാറത്തിന് ഇതുവഴി പോകുമ്പോൾ സിയാറത്ത് ചെയ്യും, അങ്ങനെ ദുആ ചെയ്തിട്ട് അങ്ങനെ പോകും. ഈ മക്കാമ് ഈ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഉൾപ്പെടെ ഇതിൻ്റെ പുറകോട്ട് ഒരുപാട് വിശാലമായ സ്ഥലമാണ്, വലിയ ഒരു തോട്ടാണ്, പറമ്പാണ്. അപ്പോൾ ഈ ഒരു പറമ്പ് ഒരു അമുസ്ലിം സഹോദരൻ്റെ കയ്യിലാണ്, ഈ മക്കാം ഉൾപ്പെടെ നിൽക്കുന്ന ഈ ഒരു സ്ഥലം. പക്ഷേ ആളുകൾക്ക് സിയാറത്ത് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു തടസ്സമല്ല. ആളുകൾ വരുന്നു, സിയാറത്ത് ചെയ്യുന്നു, പോകുന്നതിനൊന്നും ഒരു തടസ്സമല്ല. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരിക്കൽ ഈ തോട്ടത്തിൽ നിന്ന് മരങ്ങൾ ഇങ്ങനെ കട്ടുപോകാൻ തുടങ്ങി. പലപ്പോഴും മരങ്ങൾ മുറിച്ചു മാറ്റിയതും മരക്കഷ്ണങ്ങളൊക്കെ ഈ തോട്ടത്തിൽ നിന്ന് കാണാൻ തുടങ്ങി. അപ്പോൾ തോട്ടക്കാരനായ ആ മുസ്ലിം സുഹൃത്തിനിക്ക് മനസ്സിലായി, തോട്ടത്തിൽ നിന്ന് ആരൊക്കെയോ മരങ്ങൾ കട്ടുകൊണ്ടു പോകുന്നുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു അറിയോ,
ഈ മഹാൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങളിവിടെ കിടക്കുന്നത് സത്യമാണെങ്കിൽ, നിങ്ങൾ സത്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ കിടക്കുന്ന ഈ പറമ്പ് ഉൾപ്പെടെ ഈ പറമ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? മരങ്ങൾ കട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ കട്ട് കൊണ്ടുപോകുന്ന കള്ളന്മാരെ നിങ്ങൾ എന്ത് ചെയ്യണം? പിടിച്ചു തരണം എന്ന് ഈ മഹാൻ്റെ അരികിൽ വന്നിട്ട് ഈ ഒരു മുസ്ലിം സഹോദരൻ പറയാണ്. സുബ്ഹാനല്ലാഹ്, അത്ഭുതം എന്ന് പറയട്ടെ. പിന്നീട് കണ്ടത് ഈ മരം അതേപോലെ തന്നെ മരം കൊണ്ടുപോകാൻ വേണ്ടി വന്ന ലോറി അടക്കം ആരൊക്കെയോ ഇവരെ ഇത് കൊണ്ടുപോകാൻ വന്ന ആളുകൾ ഉൾപ്പെടെ ആരൊക്കെയോ ഇവരെ പിടിച്ചു വെച്ചതുപോലെ ഇവിടെ നിൽക്കുന്നതായിട്ടാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. അതായത് ഇവരെ ആരൊക്കെയോ പിടിച്ചു വെച്ചത്, ഇവർക്ക് പോകാൻ കഴിയുന്നില്ല. ലോറിയും ഇവർ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച മരവും ആളുകളൊക്കെ ആരൊക്കെയോ പിടിച്ചു വെച്ചതുപോലെ അവർക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ആ മുസ്ലിം സഹോദരൻ പറഞ്ഞിരുന്നു, അങ്ങനെ ഇവരെ പിടിച്ചു തരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക? ഈ മക്കാമിൻ്റെ മുകളിൽ ഒരു തണൽ ഞാൻ കെട്ടിത്തരാം. അപ്പം അന്നൊക്കെ ഇതിങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു സമയമാണ്. തണൽ ഞാൻ കെട്ടിത്തരാമെന്ന് അദ്ദേഹം ആ സമയത്ത് പറഞ്ഞിരുന്നു. ഏതായിരുന്നാലും അത്ഭുതകരമായൊരു സംഭവമായിരുന്നു ഇത്. ഈ കള്ളന്മാരെയും ഇത് കൊണ്ടുപോകാൻ വേണ്ടി വന്ന ലോറിയൊക്കെ ആരൊക്കെയോ പിടിച്ചു വെച്ചതുപോലെ അവരവിടെ നിൽക്കുന്നതായിട്ട് കാണുകയും അവരെ പിടിക്കുകയും അവസാനം അവരാ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച മരം കൊണ്ട് തന്നെയാണ് ഈ ആ മുസ്ലിമായ സഹോദരൻ ഈ മക്കാമിനിക്ക് തണൽ കെട്ടിക്കൊടുത്തത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും ഇങ്ങനത്തെ ഒരു അത്ഭുത സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണെന്ന് അറിയില്ല, ഒരുപാട് അമുസ്ലിമീങ്ങളായ സുഹൃത്തുക്കൾ ഈ മക്കാമിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയും, ഇവിടെ കുറച്ച് സമയം നിന്ന് കഴിഞ്ഞാൽ ഇവിടെ പോകുന്ന ആളുകളൊക്കെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് അവരെ കൊണ്ട് കഴിയുന്ന നേർച്ചകളൊക്കെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മുസ്ലിമീങ്ങളെക്കാൾ കൂടുതൽ ഈ മക്കാമിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് ഹൈന്ദവ മറ്റു മതസ്ഥരായ സുഹൃത്തുക്കളാണ്. അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അവരിവിടേക്കൊക്കെ നേർച്ച കൊടുത്തിട്ടാണ് അവർ പോകുക. ചന്ദനത്തിരി കത്തിക്കുന്നവരുണ്ട്. അതേപോലെ പ്രത്യേകിച്ച് ഈ മക്കാമിലേക്ക് നേർച്ച കൊടുക്കുന്നത് പഞ്ചസാരയാണ് എന്നാണ് ഉസ്താദ് പറഞ്ഞത്. എന്തെങ്കിലും വിഷയങ്ങൾ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ മക്കാമിലേക്ക് പഞ്ചസാരയാണ് ആളുകൾ നേർച്ചക്കാറുള്ളത് എന്നാണ് ഉസ്താദ് പറഞ്ഞത്. പിന്നെ പലരും അവരെ കൊണ്ട് കഴിയുന്നത്, ഇപ്പോൾ പച്ചക്കറി കടക്കാരാണെങ്കിൽ ആ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ തന്നെ കണ്ടത് തക്കാളി, ഉള്ളി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ പറ്റും ഫ്രൂട്ട്സുകളൊക്കെ ഇവിടെ നേർച്ചയായിട്ട് ആളുകൾ കൊടുക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ ആളുകൾക്ക് എന്താണോ കഴിയുന്നത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവർ പ്രാർത്ഥിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ വലിയ മഹാനാണ്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എരുമാട് മറവട്ട് കിടക്കുന്ന മഹാനായ സയ്യിദവറുകളുടെ പേരക്കുട്ടി, അദ്ദേഹം വലിയ മഹാനാണ്, ധാരാളം കറാമത്തിൻ്റെ ഉടമയാണ്, വലിയ മഹാനാണ്. ആ തങ്ങളവറുകൾ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുകയും ഇവിടെ കിടക്കുന്ന ഈ മഹാനുമായിട്ട് ആത്മീയപരമായിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നത് അത് ചരിത്രമാണ്. അതോടൊപ്പം തന്നെ ഈ തോട്ടക്കാരനുണ്ടായ അത്ഭുതവും സംഭവങ്ങളൊക്കെ അൽഹംദുലില്ലാ കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. ഏതായിരുന്നാലും എരുമാട് ഭാഗത്തേക്കൊക്കെ സിയാറത്തിന് പോകുന്ന ആളുകൾക്കൊക്കെ അല്പം തെറ്റിയിട്ട് ഈ ഭാഗത്തേക്കൊക്കെ വന്ന് സിയാറത്ത് ചെയ്ത് പോകുകയാണെങ്കിൽ അതൊക്കെ അൽഹംദുലില്ലാ റാഹത്തായിരിക്കും. കഴിയുന്ന ആളുകളൊക്കെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടുത്തെ ഗൂഗിൾ മാപ്പ് ലിങ്കൊക്കെ കൃത്യമായിട്ട് ഞാൻ ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഉസ്താദിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്പർ ഇവിടുത്തെ ആ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഈ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തന്ന ഇവിടുത്തെ ഉസ്താദ് അവറുകൾക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. آمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. رحمن رحيم ما يا الملك الجبار يا راج سيدا يا الله
ഞങ്ങളുടെ ഈ സിയാറത്തിനെ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ഓതിയ ഖുർആനു ഷരീഫിനെ സ്വീകരിക്കണേ അല്ലാ. മിസ്ല സവാബിനെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. മറ്റു അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളുടെ ഹദറാത്തുകളിലേക്ക് എത്തിക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാന്റെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഇവിടുത്തെ ദറജകളെ നീ ഉയർത്തണേ അല്ലാ. ഇവിടുത്തെ മദതും സഹായവും കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും നൽകണേ അല്ലാ. ഇവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കണേ അല്ലാ. ജീവിതത്തിൽ ഖൈറും ബറക്കത്തും സന്തോഷവും റാഹത്തും സമാധാനവും നൽകണേ അല്ലാ. എല്ലാ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങൾ, മാരക രോഗങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണേ അല്ലാ. ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നീ ഹാസുലാക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ഖൈറായ ഉദ്ദേശങ്ങൾ നീ ഹാസുലാക്കണം റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ ജോലിയിലും സമ്പത്തിലും ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ബിസിനസ്സുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കുടുംബത്തിലും കുടുംബ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും ബറക്കത്ത് നൽകണേ അല്ലാ. മക്കളിലും ഭാര്യയിലും ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളിലും ബറക്കത്ത് നൽകണേ അല്ലാ. യാത്രകളിലും വാഹനങ്ങളിലും ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറകൾക്ക് ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. എല്ലാവിധ ഖൈറിന്റെ ബാബുകൾ ഞങ്ങൾക്ക് തുറക്കണേ അല്ലാ. ശർറായത് മുഴുവനും ഞങ്ങളെ തൊട്ട് വിദൂരത്താക്കണം റഹ്മാനെ. അല്ലാഹുവേ, ജീവിക്കൽ ഖൈറാകുന്ന കാലമത്രയും ആഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഖൈറാകുന്ന സമയം കാമിലായ ഈമാനോടെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് വിട പറയാൻ ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ ഹൈറിൽ സയ്യിദിനാ മുഹമ്മദി വആലിഹി വസല്ലം അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.